പ്രിയമുള്ളവരെ, ഈ ലോകത്തിലേക്ക് ദൈവം നമ്മളെ വിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നൊരു ദാഹമാണ് വളരണം എന്നുള്ളത്. എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് വളരണം. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ പല രീതിയിലാണ് വളർച്ചയെ ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ആഗ്രഹം മുതിർന്നവരെ പോലെ ആയി തീരുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടികൾ നടക്കാനായിട്ട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് പതുക്കെ പതുക്കെ തെറിച്ച് പോവുക എന്ന് പറയില്ലേ, അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. അങ്ങനെ തെറിച്ച് പോകുന്ന സമയത്ത് നമ്മൾ കയ്യെ പിടിക്കുന്ന കുഞ്ഞിന് ഇഷ്ടമാണോ? അല്ല, കുഞ്ഞിന് തന്നെ നടന്നു പോകണം. അപ്പം നമ്മൾ കുഞ്ഞിനെ കൊണ്ടു നിർത്തിയിട്ട് വാവേ വാ എന്ന് പറഞ്ഞ് കൈകൊട്ടി വിളിച്ചാൽ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞിങ്ങനെ തെറിച്ച് നടന്നു വരും. കാരണം അമ്മയും അപ്പനും ചേട്ടായിയും ചേച്ചിയും എല്ലാം നടക്കുന്നത് പോലെ എനിക്കും നടക്കണം, വളരണം എന്നുള്ള ആഗ്രഹം. ഇനി ഈ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കി അറിയാം, അവർക്ക് അവരുടെ ഷർട്ടും നിക്കറും ഒക്കെ ഇടുന്നതൊക്കെ ഇഷ്ടം അപ്പയുടെ ഷർട്ട് ഇടാനാ അല്ലേ? അപ്പയുടെ ഷർട്ട് ഇട്ട് പിന്നെ അവന് നിക്കറ് വേണ്ടത് വേറെ കാര്യം. പക്ഷെ അപ്പയുടെ ഷർട്ട് ഇടാനാണ് അവന് താല്പര്യം. ചെരുപ്പ്, കുഞ്ഞിന് കാര്യം ചെറിയ ചെരുപ്പ് മേടിച്ചു കൊടുത്താലും അവനിഷ്ടം അമ്മ ഇടുന്ന ചെരുപ്പ് ഇടാനാണ്. അതായത് ദൈവം നമ്മൾ ഈ ലോകത്തിലേക്ക് വിട്ടപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വലുതാകാനുള്ളൊരു ത്വര ഇട്ട് തന്നിട്ടുണ്ട്. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇതിന് അല്പം രൂപവും ഭാവവും ഒക്കെ മാറും നമ്മൾ വലുതാകുമ്പോൾ. അപ്പോഴെങ്ങനെയാണെന്ന് പറയുമ്പോൾ, വലുതായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വളർച്ച അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു ജോലി, അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില, അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു ബിസിനസ്, അല്പം കൂടെ മെച്ചമുള്ളൊരു ആരോഗ്യം, അല്പം കൂടെ മെച്ചമുള്ളൊരു കുടുംബാന്തരീക്ഷം, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങും. അല്ലേ? ആണോ? ഞാൻ പൗരോഹിത്യ പട്ടണം കിട്ടിയ നാൾ തൊട്ട് ഒരു വലിയച്ഛനാകണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ആകുന്നില്ല എന്നേ ഉള്ളൂ. ഹല്ലേലൂയ്യ. അപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട് വളരണം എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം, ഈ വളരണം എന്നുള്ളത് ഒരു പ്രഭാതം കൊണ്ടങ്ങ് നടക്കണ കാര്യമാണോ? ആരും ഒരു പ്രഭാതം കൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി നിൽക്കുന്നില്ല. പല സ്റ്റെപ്പുകൾ, ഒന്നാമത്തെ സ്റ്റെപ്പ്, 2, 3, 4 അങ്ങനെ കയറിയാണ് മേളിച്ചിരണേ അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈയടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞോ, ശക്തിയോടെ കൈയടിച്ചോട്ടോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ ഈ കയറി പോകുന്നൊരു കാലയളവുണ്ട്. ഈ കാലയളവ് പ്രിയമുള്ളവരെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണെന്ന് നമ്മൾ കരുതരുത്. ഈ കൊച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ ഈ കൊച്ചിനിങ്ങനെ നടന്നിരുന്ന ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുമ്പോൾ വലിയ സന്തോഷമാണ്. പല്ലുള്ള മോടയും കാട്ടി ഇവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ തെറിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇവൻ വീണു പോകും. വീഴുമ്പോൾ ചിരിയാണോ? അല്ല, അവന് കരച്ചില്ല. അപ്പം അപ്പനും അമ്മയും ഓടി വന്ന് അവൻ്റെ കയ്യെ പിടിച്ച് അവനെ എഴുന്നേപ്പിച്ച് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വളരാനുള്ള ആഗ്രഹം സന്തോഷം നൽകുന്നതാണെങ്കിലും വളരാനുള്ള യാത്രയിൽ പലപ്പോഴും നമ്മൾ വീഴാറുണ്ട്. വീഴുമ്പോൾ നമുക്ക് സങ്കടമായി. പക്ഷേ വീഴ്ച കൊണ്ട് തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം. പിന്നെയോ വീണടത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും നടന്ന് വളരാനുള്ളതാണ് ജീവിതം. ആണെങ്കിൽ കൈയടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു. നന്നായിട്ട് കൈയടിച്ചോ. ഹല്ലേലൂയ. ഇപ്പൊ ജീവിതത്തില് കുഞ്ഞ് തിരിച്ചറിയ പതുക്കെ എനിക്ക് തന്നെ പറ്റില്ല, അപ്പൻ്റെ സഹായം വേണം, അമ്മയുടെ സഹായം വേണം. കൈപിടിച്ച് നടന്ന് അങ്ങനെ പതുക്കെ വളർന്ന് മറ്റുള്ളവരുടെ സഹായത്തിലൂടെ വളർന്ന് വലുതാകുന്ന ഒരു കുഞ്ഞ്. ജീവിതം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയത്, ഇത് ഞാൻ ചെയ്തത്, ഇത് ഞാൻ അധ്വാനിച്ചത്, ഇത് എൻ്റെ നേട്ടം, എല്ലാം എൻ്റേത്, എൻ്റെ കഴിവ്, ഞാൻ നേടിയത് എന്ന് സ്ഥാപിച്ചെടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ആ ഓട്ടത്തിലാണ്. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും ഇടയ്ക്ക് എവിടെയൊക്കെ നമ്മൾ കാല് തട്ടി വീഴുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയണത്, എന്നെക്കൊണ്ട് തന്നെ അങ്ങോട്ട് കൂട്ടിയ കൂടില്ലെന്ന്. എന്നെക്കൊണ്ട് തന്നെ അങ്ങോട്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പം ഈ വീഴ്ചയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ അറിയണത്, എന്നെ ഇവിടം വരെ നടത്തിയതും ദൈവമാണ്. ഞാൻ തന്നെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് കയറിപ്പോന്നതൊന്നുമല്ല. ഈ ഉയർച്ചയായിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. ഇതെൻ്റെ കഴിവ്, ഞാൻ എന്തോരം കഷ്ടപ്പാട് സഹിച്ചതാ, ഞാൻ എന്തോരം അധ്വാനിച്ചതാ, ഇത് ഞാൻ നേടിയതാണെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ വൺസ് നമ്മളൊരു വീഴ്ചയിൽ അകപ്പെട്ടു,
ഒരു തകർച്ച, ഒരു പരാജയം. ഈ പരാജയത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്, ഇത് ഞാൻ തന്നെയല്ല ഇവിടം വരെ എത്തിയത്, ഇത്രയും നാളും എന്നെ താങ്ങിയത് അവിടുത്തെ കരങ്ങളാണ്. കരമടിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടാകുന്നത് മനുഷ്യൻ വീഴ്ചയിൽ കിടക്കുമ്പോഴാണ്. അങ്ങനെ വീഴ്ചയിൽ കിടക്കുമ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടായാൽ അവൻ അല്ലെങ്കിൽ അവൾ ദൈവത്തെ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും ദൈവം വീഴ്ചയിൽ നിന്ന് അവൻ്റെ കരം പിടിച്ച് അവളെ നടത്താൻ തുടങ്ങും. വീണ്ടും വിജയ വഴിയിലൂടെ നമ്മൾ മുന്നേറും. ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ സത്യമാണ് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് വളർച്ച നൽകുന്നത്, നമുക്ക് വിജയം നൽകുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. കരമടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞോ. ശക്തിയോടെ കരങ്ങളടിച്ചോട്ടോ. ഹല്ലേലൂയ. സെഫാനിയയുടെ പുസ്തകം, ബൈബിളിൽ ഒരു പുസ്തകം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, സെഫാനിയയുടെ പുസ്തകം അധ്യായം 3 17 തിരുവചനം ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടെ, നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. അപ്പൊ നമുക്ക് വിജയം നൽകുന്നത് ദൈവമായ കർത്താവാണ് എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാത്തിനും നമ്മൾ ബൈബിൾ നോക്കുമ്പോഴേ ഓർക്കണം കേട്ടോ, ഇസ്രായേൽക്കാര് ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിയുക. അവരെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വരാൻ ദൈവം മോശയെ തെരഞ്ഞെടുത്ത്, മോശയെ ഈജിപ്തിലേക്ക് വിട്ടിട്ട് മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരിക. നമുക്കറിയാലോ, സംഭവം അറിയാലോ അല്ലേ? പക്ഷെ ഓർക്കണം കേട്ടോ, ദൈവം ഇങ്ങനെ ഒരു ഒറ്റ രക്ഷപ്പെടുത്തി ഇസ്രായേലിനെ അങ്ങ് കൊണ്ടുപോവുകയാണോ ചെയ്തത്? അല്ലെന്നേ. ഇസ്രായേലിന്റെ യാത്ര നോക്കിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, വീണും എഴുന്നേറ്റും തകർന്നും വിജയിച്ചും രക്ഷപ്പെട്ടും തകർന്നു വീണു ഒക്കെ ആയിട്ട് ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ അലഞ്ഞു എന്ന് പറയുമ്പോ ആ യാത്ര അത്ര എളുപ്പമുള്ളതൊന്നും ആയിരുന്നില്ലെന്നേ. നമ്മുടെ ജീവിതം പോലെ തന്നെയാന്നേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതം എപ്പോഴും സുന്ദരമായിരുന്നോ? എപ്പോഴും സന്തോഷമായിരുന്നോ? ഇത്ര നാൾ ജീവിച്ചില്ലേ? എത്ര നാളൊക്കെ ആയി? 10-50 കഴിഞ്ഞു എന്ന് തോന്നണു അല്ലേ? 50 കഴിഞ്ഞ് കാണുമായിരിക്കും. ഇവിടെ ഇരിക്കുന്നവരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 50-50 മേളിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും നാളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ആയിരുന്നോ? ആണോ അല്ലയോ? കേട്ടില്ല. അല്ല. അപ്പൊ അതിൻ്റെ അകത്ത് സങ്കടങ്ങള്, വേദനകള്, കരഞ്ഞിട്ടൊക്കെ ഇല്ലേ? ഇഷ്ടംപോലെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ പുരുഷന്മാർ പിന്നെ ഒരു കാര്യമുണ്ട്, എന്നറിയാമോ, അങ്ങനെ എല്ലാവരും കാണാൻ പത്തിന് കരയില്ല. എവിടെയെങ്കിലും മാറി ഒളിച്ചിരുന്നിട്ടേ കരയുള്ളൂ. മറ്റുള്ളവർ കണ്ട നാണക്കേടാണല്ലോ എന്ന് കരുതി. നിങ്ങളങ്ങനെയല്ല, പെട്ടെന്ന് കണ്ണു നിറഞ്ഞ് ഒഴുകുന്നവർ, അത്രേ ഉള്ളൂ വ്യത്യാസം. രണ്ടു കൂട്ടരും അടിസ്ഥാനപരമായിട്ട് സങ്കടങ്ങളും കരച്ചിലൊക്കെ ഉള്ളവരാ. വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേന്നെ. അപ്പൊ ഈ ഇസ്രായേൽ ജീവിതം പോലെ തന്നെ നമ്മുടെ ജീവിതം ഇതൊരു യാത്രയെ. നമ്മൾ ഇസ്രായേല് ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ടുള്ള യാത്ര? എങ്ങോട്ട്? കാനാൻ ദേശത്തേക്കുള്ള യാത്ര അല്ലേ? അതെ. നമ്മള് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ടുള്ള യാത്ര? എങ്ങോട്ട്? സ്വർഗത്തിലേക്ക് അല്ലേ? പോവണ്ടേ? ഇങ്ങനെ ഇരുന്നാ മതിയോ? എങ്ങോട്ട്? സ്വർഗത്തിലേക്ക് പോകണം. ആ യാത്രയിലെ ഞാനും നിങ്ങളും അല്ലേ? അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജീവിതത്തിൽ ഉണ്ടായതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ദൈവത്തോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കും. ഇസ്രായേൽക്കാർ അങ്ങനെയായിരുന്നു. ചിലപ്പോൾ അവർ ദൈവത്തോട് ഒട്ടി നിൽക്കും. ചില സമയത്ത് ഇസ്രായേൽ ദൈവത്തെ കേട്ടിട്ട് അവൻ്റെ വഴിക്ക് പോകും. നമ്മളും ചില സമയത്ത് അല്ലേ ദൈവത്തെ കേട്ടിട്ട് നമ്മുടെ തോന്നിയ വഴിക്കിടയ്ക്ക് പോകും ഇല്ലേ? പോകും. പക്ഷേ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ പറയേ, അച്ഛാ ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയല്ലേ. ഇതൊക്കെ വെറുതെ പറഞ്ഞതാ. ആണാണേലും പെണ്ണാണേലും ശരി, നമ്മളൊക്കെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ വഴി വിട്ടിട്ട് വഴി മാറി പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലും സങ്കടമൊക്കെ വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ദൈവം. ഇത് തന്നെ ഇസ്രായേൽ ചെയ്തു. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പിക്കുക. പക്ഷേ ഈ യാത്രയിൽ നമുക്ക് എത്രയൊക്കെ പരാജയങ്ങളും തകർച്ചയുണ്ടായാലും ശരി, നമ്മളാരും നശിച്ചു പോകാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ശക്തിയോടെ കൈയടിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ബൈബിളിൽ ഏറ്റവും ചിന്തിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നുന്ന 1-2 വചനങ്ങളാണ്. അതായത് ഇത്രയൊക്കെ തകർച്ചയിലൂടെ ഇസ്രായേൽ കടന്നു പോകുമ്പോഴും ദൈവം മോശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടേ.
ഇത്രയും നാൾ ഈ മരുഭൂമിയിലൂടെ അലഞ്ഞിട്ട് നിന്റെ കാലിലെ ചെരുപ്പ് എന്തെങ്കിലും തേഞ്ഞ് തീർന്നു പോയോ? നിന്റെ വസ്ത്രം പഴുകി കീറിപ്പോയോ? എന്നെ ചോദ്യം പറയുള്ളവർ, ഇത് 40 വർഷങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ട് ദൈവം ചോദിക്കുക, എടാ നീ പരാതി പറഞ്ഞില്ലേ, ദൈവം അത് തന്നില്ല, ദൈവം ഇത് തന്നില്ല, ശത്രുക്കളൊന്ന് യുദ്ധം ചെയ്യണു, ഞങ്ങൾ തോറ്റു പോകുന്നു, നീ മരിച്ചു വീഴുന്നു, സങ്കടം ദുഃഖം ദുരിതം എന്നൊക്കെ നീ പരാതി പറയില്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ ഇറങ്ങി തിരിച്ചിട്ട് ഇത്രയും വർഷമായില്ലേ, നടന്ന് നിന്റെ കാലിലെ ചെരുപ്പ് തേഞ്ഞ് തീർന്നു പോയോ? അപ്പോഴാണ് ശരിയുള്ളൂ. അവൻ കാലേ നോക്കി, ആ കൊള്ളാലും ചെരുപ്പ് തേഞ്ഞിട്ടില്ലല്ലോ. ആ ചെരുപ്പ് തീർന്നെങ്കിൽ മരുഭൂമിയിൽ ചെരുപ്പോടെ ഉണ്ടോ? ചെരുപ്പ് ഓടിക്കാനേ തൃശ്ശൂരൊക്കെ ഇഷ്ടംപോലെ ചെരുപ്പോടെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ മരുഭൂമിയിൽ ചെരുപ്പോടെ ഉണ്ടോ? ഇല്ല. ഇനി ചോദിക്കുക, വസ്ത്രം പഴുകി കീറിപ്പോയോ? നീ ഇട്ടോണ്ട് വന്ന അതേ തുണി തന്നെയാണ് ഇപ്പോഴും ഉടുത്തോണ്ട് കിടക്കുന്നത്, കാരണം മരുഭൂമിയിൽ തുണിക്കടേ. അപ്പൊ അപ്പോഴാണ് ഇസ്രായേൽ ചിന്തിക്കണേ, ശരിയാണല്ലോ, എൻ്റെ കാലിൽ ചെരുപ്പ് തേഞ്ഞിട്ടില്ല, എൻ്റെ വസ്ത്രം പഴുകി കീറിയിട്ടില്ല, ഞാൻ എന്നിട്ടും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, അതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. എന്ന് വച്ചാൽ നമ്മുടെ വിജയങ്ങളിലും നമ്മുടെ പരാജയങ്ങളിലും ഒക്കെ അവൻ നമ്മളെ താങ്ങി നടത്തണമെന്ന് ചുരുക്കം. കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, ഇത്രയും നാൾ നേടിയതും അധ്വാനിച്ചതും കിട്ടിയതും ജീവിതത്തിലെ വിജയങ്ങളൊന്നും എൻ്റെ കഴിവല്ല, എൻ്റെ കാര്യപ്രാപ്തിയല്ല, എൻ്റെ അധ്വാനമല്ല, എൻ്റെ ബലമല്ല, മറിച്ച് വിജയം നൽകുന്നത് ഉറക്കെ പറഞ്ഞോ, വിജയം നൽകുന്നത് കർത്താവാണ്. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബോധ്യമുണ്ടോ പ്രിയമുള്ളവരെ? ജീവിതത്തിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. നിങ്ങൾക്ക് വിജയം നൽകുന്നത് ദൈവമാണ്. ഏത് തകർച്ചയെ ചെന്ന് കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൾ ചിന്തിക്കാൻ തുടങ്ങും, ഇല്ലെന്നേ, എൻ്റെ ദൈവം എന്നെ ഇവിടെ നിന്നും ഉയർത്തും, എൻ്റെ ദൈവം എന്നെ ഇവിടെ നിന്നും ഉയർത്തും. കാരണം ഇത്രയും നാൾ എന്നെ നയിച്ചത് ആ ദൈവമാണെങ്കിൽ ഇപ്പോഴും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതയാണ്. ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് നന്ദി പറയൂ. നമുക്ക് ആ വചനം മനസ്സിൽ കുറിക്കാം. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഈ ബോധ്യമുള്ളവർക്ക് നിരാശയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പറ്റുള്ളൂ.